ആലപ്പുഴ നഗരവാസികളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കുടിവെള്ളമാണ്. വേനലെത്തും മുമ്പേ നഗരത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിൽ ലഭിക്കുന്നത് ചീഞ്ഞു നാറിയ വെള്ളവുമാണ്. ശുദ്ധജലക്ഷാമത്തിനെതിരെ നഗരസഭയിലെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യോജിച്ച് സമരരംഗത്താണ്. ആലപ്പുഴ നഗരത്തിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 3 മാസമായി കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. വല്ലപ്പോഴും ലഭിക്കുന്നതാകട്ടെ ദുർഗന്ധം വമിക്കുന്ന ചെളി കലർന്ന വെള്ളം. എന്നാൽ കുടിവെള്ളം മുടങ്ങിയാൽ എന്താ, വാട്ടർ അതോറിറ്റി വക ബില്ലിന് യാതൊരു മുടക്കവുമില്ല. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ നഗരസഭ ചാത്തനാട് വാർഡ് കൗൺസിലർ KS ജയന്റെ നേതൃത്വത്തിൽ AIYF പ്രവർത്തകർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടായില്ല. കൗൺസിലർമാർ 3 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏകദേശം ഒരു 250 വീടുകളോളം ഇത്തരം വിഷയം നേരിടുന്നുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഉറപ്പ് വന്നത്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് 2ാമത്തെ ദിവസത്തിലൊക്കെ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 തവണയാണ് ആലപ്പുഴ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചത്. കൈതവന, പള്ളാത്തുരുത്തി, സനാതനപുരം, ചാത്തനാട്, മന്നത്ത്, തോണ്ടംകുളങ്ങര പ്രദേശങ്ങളിലെ വാട്ടർ ടാപ്പുകളിൽ 3 മാസത്തോളമായി ശുദ്ധജലമില്ല. നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഉടനെ വരും. എന്തോ ഭയങ്കര നാറ്റമാണ് ആ വെള്ളം. പിന്നെ ഒട്ടും കൊള്ളത്തില്ല, ഒന്നിനും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ടാപ്പേ തുറക്കുന്നില്ല. മണം എപ്പോഴും അങ്ങനെ തന്നെ, മണം മാറുന്നേയില്ല. ചില വാർഡുകളിൽ ശുദ്ധജലം തീരെ ലഭിക്കാനില്ലാത്തപ്പോൾ ചില പ്രദേശങ്ങളിൽ സെപ്റ്റിക് ടാങ്കിലേതിന് സമാനമായ വെള്ളമാണ് കിട്ടുന്നത്. സോപ്പിട്ട് കൈ കഴിയാൽ പോലും മാറത്തില്ല. ഒരു 3 പ്രാവശ്യം കഴിയാൽ എൻ്റെ സ്മെല്ല് മാറത്തില്ല. അത്രയ്ക്കും നല്ല ഇതാണ്, ഭയങ്കര സ്മെല്ല്. വിവിധ വാർഡുകളിലെ ആയിരക്കണക്കിന് ആളുകളാണ് വെള്ളമില്ലാതെ ദുരിതത്തിലായത്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും തികയാത്ത അവസ്ഥ. ഇതിനിടെ പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന മലിനജലം ഉപയോഗിച്ച് പലർക്കും ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായി. ഈ വെള്ളത്തിൻ്റെ അതുകൊണ്ട് എൻ്റെ മേല് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി ആകെ ഇതായി. തിരുവനന്തപുരം മെഡിക്കൽ ശ്രീത്രയിലാണ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കൈയൊക്കെ ചൊറിഞ്ഞു പൊട്ടി ആകെ പരുവക്കേടായപ്പോഴത്തേക്കും ഡോക്ടർ തന്നെ വഴക്ക് പറഞ്ഞു തന്നെ. എന്താ ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ച്. കാരണം ഒരല്പം ക്രിട്ടിക്കലായിരുന്നു ഞാൻ. റോഡ് പണിക്കിടെ പൈപ്പ് പൊട്ടിയത് പരിഹരിക്കാത്തതാണ് പ്രധാന കാരണം. പൊട്ടിയ പൈപ്പുകളിലൂടെ മലിനജലം കയറുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ കഴിഞ്ഞിടക്കാണ് അറിയുന്നത്, സഹൃദയ ഹോസ്പിറ്റലിലെ ഡ്രെയിനേജിലെ വെള്ളം ആരോ മോട്ടോർ വെച്ച് സക്ക് ചെയ്യുമ്പോഴത്തേക്ക് കയറി വരുന്നതാണെന്നൊക്കെയാണ് അവരുടെ ന്യായം. പൈപ്പ് പൊട്ടുന്നത് മാത്രമല്ല, ആ ടൈമിൽ മറ്റേ ആരോ ആൾക്കാർ, വീട്ടുകാർ, ഈ സാധാരണ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം പോകുന്നത് ഡെലിവറിയാണ്. അപ്പോൾ മോട്ടോർ വെച്ച് അതിൽ നിന്ന് സക്ക് ചെയ്യുമ്പോൾ, സക്ഷൻ നടത്തുമ്പോഴത്തേക്ക് വേസ്റ്റ് വാട്ടറുള്ള ഡ്രെയിനേജിൽ വെള്ളം തിരിച്ച് ഇതിൽ വഴി കയറി വരുന്നതായിട്ടാണ് ബോധ്യപ്പെടുന്നത്. അത് തന്നെയാണ് വാട്ടർ അതോറിറ്റിക്കാരും പറയുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥ. ഈ പ്രാവശ്യം കൊണ്ടുവന്ന ബില്ല് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബില്ല് കൊണ്ട് അടച്ച്, ഇപ്പോൾ അത് വെള്ളം എടുക്കാതെ തന്നെ ബില്ലും കൊണ്ട് തന്നിരിക്കും. വെള്ളം നമ്മൾ എടുക്കുന്നില്ലല്ലോ. 3 മാസം ഇവിടെ വെള്ളം കിട്ടുന്നത്. അതിൻ്റെ തെളിവ് അതേ കണ്ടില്ലേ, പാത്രത്തിൽ ഇപ്പോൾ വെള്ളം കൊണ്ട് തന്നവർ. ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും സമര പരിപാടിയിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർ. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ.